നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, കേബിൾ ടിവിയിൽ കുറെ സിനിമയൊക്കെ കാണാറുണ്ടെന്ന് എനിക്കറിയാം. അത് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഉത്തമ പറഞ്ഞു കൊടുക്കടാ. ഏത് സിനിമയിലെ കഥയാണ്? മറ്റേ കാര്യം ഷാഹിന, നിങ്ങൾ ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് കുഞ്ഞമ്മക്കെതിരെ സഖ്യകക്ഷി ഉണ്ടാക്കി കുഞ്ഞമ്മയെ പുകച്ച് പുറത്തിയാടിക്കാൻ ഒരു പ്ലാൻ നടക്കുന്നില്ലേ? അതിനെ കുറിച്ച് കുഞ്ഞമ്മ അറിഞ്ഞ് അത് ചോദിക്കാനാണ് നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങള് സഖ്യകക്ഷി ചേർന്നിട്ടൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഒഴിവ് സമയം ആനന്ദകരമാക്കാൻ വേണ്ടിട്ട് വട്ടം കൂടി ഒന്ന് സംസാരിക്കും. അല്ലാതെ കുഞ്ഞമ്മ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അതെ, 8 വർഷം ജയിലിൽ പോയി കിടന്നതേ ധ്യാനം കൂടാനല്ല. നിന്നെ പോലുള്ള നിന്നേക്കാളും വലിയ വില്ലത്തികളെ ഞാൻ ഇങ്ങനെ ഒതുക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അറിയോ? ഷാഹിന, നിനക്ക് കുഞ്ഞമ്മേനെ ശരിക്കും മനസ്സിലായിട്ടില്ല. ആരെയൊക്കെ ഒതുക്കിയത്? അതെ, കുലുക്കി സർപ്പത്തില് കസ്കസിന് പകരം വിഷം കലക്കി 2 കാമുകന്മാരെ കൊന്ന മഞ്ജുളയില്ലേ, അവളെ ഞാൻ ആ ജയിലിന്റെ പടി ഇങ്ങോട്ടേക്ക് കടത്തിയത് എന്റെ കയ്യിന്റെ ചൂടറിയിച്ചിട്ടാ. അയ്യോ, അപ്പൊ മഞ്ജുളനെ അടിച്ച് പരിപ്പിളക്കിയത് കുഞ്ഞമ്മേണോ? അല്ല പിന്നെ. മഞ്ജുള കുഞ്ഞമ്മ സോറി കുഞ്ഞമ്മ, ഞങ്ങള് വെറുതെ തമാശക്ക് നിന്ന് പറഞ്ഞതാ കുഞ്ഞമ്മയെ പോച്ച് പുറത്തി അടിച്ചാലോന്ന്. കാര്യമായിട്ട് പറഞ്ഞൊന്നല്ല. അതെ, ഇനി കുഞ്ഞമ്മേനെ പറ്റി ആര് എന്ത് പറഞ്ഞാലും ആ സദസ്സിൽ നിന്ന് ഞാൻ ഒഴിവായി പോക്കോളാം. ഞാൻ അങ്ങോട്ട് പോകത്തേ ഇല്ല. സത്യമായിട്ടും പോവില്ല. ഇപ്പൊ എന്നെ വിട്ടേക്ക്. ഇല്ല, നീ പോകണം. അതെന്ത് വർത്താനോ? ആ സഭ പൊളിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ വിളിച്ചോണ്ട് വന്നത്. നീ അവിടെ പോയിരിക്കണം. അവരുടെ ഇടയിൽ പോയിരുന്ന് അവരെന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് കേൾക്കണം. എന്തിന്? അങ്ങനെ നീ അവിടെ പോയിരുന്ന് അവരെന്തൊക്കെയാണ് എന്നെ കുറിച്ച് കുറ്റം പറയണെന്ന് കേട്ടാലല്ലേ നിനക്ക് അതൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലായില്ല. ഉത്തമ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഷാഹിന കുട്ടി, എനിക്കും വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായ വെച്ച കാര്യം ഞാൻ പറയാം. നീ ഇന്നു മുതൽ കുഞ്ഞമ്മയുടെ സ്പൈയാ, അതായത് ചാര വനിത. നീ അവിടെ പോയ സഭയിലിരിക്കണം. അവര് കുഞ്ഞമ്മേനെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് അതുപോലെ തന്നെ വന്ന് കുഞ്ഞമ്മയോട് പറയണം. അയ്യേ, എന്റെ ഉത്തമേട്ട അവിടെ കേൾക്കുന്ന ഇവിടെ വന്ന് പറയുന്നൊക്കെ തെറ്റല്ലേ? അല്ല, നിനക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ അല്ലേ? എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിന്റെ ഹൈറ്റ് എത്ര ഉണ്ട്? ഞാൻ 5 അടിയുണ്ട്. ഉത്തമ, 5 അടിയുള്ള ഒരാളെ തല്ലിക്കൊന്ന് കല്ലില് കെട്ടി ഈ കുളത്തിൽ അങ്ങോട്ട് താത്തിയിട്ടല്ലേ ആരെങ്കിലും അറിയോ? ചുരുങ്ങിയത് ഒരു 100 വർഷം എടുക്കും അറിയാൻ. 100 വർഷം അല്ലേ? അപ്പോ എങ്ങനെയാ, കുളത്തിൽ കുളിക്കണോ അതോ നിക്കണോ? സത്യമായിട്ടും എന്നെ കൊന്ന് ഇതില് താത്തുവോ? അമ്മച്ചിയാണോ സത്യം? ഞാൻ തല്ലി കൊന്ന് താത്തും. ഷാഹിന, കുഞ്ഞമ്മയുടെ കൂടെ നിൽക്കാത്ത 3 പേര് ഇപ്പൊ എവിടെ കിടക്കണെന്നറിയാമോ? എവിടെയാ? ഈ കുളത്തിന്റെ അടിത്തട്ടില് തല്ലിക്കൊന്ന് ചവിട്ടി താത്തിയതാ. എന്തായാലും ജീവപര്യന്തമാണ്. ഇനിയിപ്പോ ഒരെണ്ണത്തിനെയും കൂടെ തല്ലിക്കൊന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ശിക്ഷ ഒരുപോലെ. അങ്ങനെയാണെങ്കിലേ ഇനി തൊട്ട് ഞാൻ കുഞ്ഞമ്മയുടെ ആളാ. ശരിക്കും? വെരി ഗുഡ് ഗേൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.